മുന്നിൽ വീണ് കിടക്കുന്ന ഒരു പാളയിൽ നിന്നാണ് തുടക്കം. എല്ലാവരും തട്ടിമാറ്റിയപ്പോഴും അതിലൊരു പൂ വിരിയുമെന്ന തോന്നലാണ് ദീപികയെ ഈ വേറിട്ട കലാകാരിയാക്കിയത്. ഇപ്പോഴീ വീട്ടിൽ പാളയുടെ ഇതളിൽ പനിനീരും ചെമ്പകവുമെല്ലാം വിരിഞ്ഞു നിൽക്കുന്നു, അതിൻ്റെ എല്ലാ സ്വാഭാവികതകളോടും കൂടി. 1.5 വർഷം മുൻപ് തുടങ്ങിയ ഈ വിനോദം ഇപ്പോൾ നൂറുകണക്കിന് പൂക്കളുടെ നിർമ്മാണത്തിലാണ് എത്തിച്ചത്. ഇതിൽ നിന്ന് വരുമാനവും ലഭിച്ചു തുടങ്ങി. പലരുടെയും സ്വീകരണ മുറികളിൽ ഇന്ന് ഈ പൂക്കളുണ്ട്. സ്വാഭാവിക പൂക്കളെന്ന് തോന്നിക്കുന്ന രീതിയിൽ പാള കൊണ്ടുണ്ടാക്കിയ പൂക്കൾക്ക് ഇന്ന് ആവശ്യക്കാരും ഏറി. സാധാരണ നമുക്ക് സ്റ്റൈലാക്കി വീട്ടിൽ വെക്കാനും, പിന്നെ പുറത്തെല്ലാം ഭയങ്കര ഡിമാൻഡാണെന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. ഒരു ഫ്ലവറിന് തന്നെ ഭയങ്കര പൈസയാണെന്ന് എല്ലാവരും പറയും. ഒരു ഫ്ലവറിന്, ഈ വലിയ ഫ്ലവറിനെല്ലാം 150 തുടങ്ങിയിട്ട് ചെറിയ ഫ്ലവേഴ്സിനെല്ലാം 20 റുപ്പീസെല്ലാം ഉണ്ട്. പാളയുടെ കാഠിന്യത്തിനനുസരിച്ച് പല രീതിയിൽ പൂക്കൾ ഉണ്ടാക്കാം. ഏറ്റവും പുറം പാളിയാണ് റോസാപ്പൂ ഉണ്ടാക്കാൻ എടുക്കുക. കുറച്ചുകൂടി കട്ടിയുണ്ടെങ്കിൽ ചെമ്പകപ്പൂവുണ്ടാക്കും. പിന്നെ ചെറുതായി ചായം ചേർക്കണം. സൂക്ഷ്മത വേണം നിർമ്മാണത്തിന്. ഇത് ഞാൻ ശരിക്കും ഇത് സ്റ്റാർട്ട് ചെയ്ത് ഫ്ലവർ അറേഞ്ച്മെൻറ്റിന് വേണ്ടിയിട്ട്, കോമ്പറ്റീഷന് നിൽക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ്. പിന്നെ അതിന് ശേഷം പിന്നെ വിൽക്കാൻ തുടങ്ങി. ഓരോരുത്തരും വന്ന് ചോദിക്കാൻ തുടങ്ങി ഇതിന് വേണ്ടിയിട്ട്. സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ സെയിൽ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഒരു പ്രാവശ്യം കൊടുക്കാൻ വിചാരിച്ച് പിന്നെ എപ്പോഴും പൈസ കിട്ടാൻ തുടങ്ങിയിട്ട് അതൊരു സന്തോഷമായി. അങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയം മുഴുവൻ ഇതുണ്ടാക്കി തുടങ്ങി. ഡ്രൈ ഫ്ലവർ നിർമ്മാണത്തിൽ ഇതിനകം ഒട്ടേറെ സമ്മാനങ്ങളും കിട്ടി ദീപികയ്ക്ക്. പൂക്കൾ ഉണ്ടാക്കാൻ സമയം കിട്ടുന്നില്ലെന്ന പരാതിയാണ് ഇവർക്കിപ്പോൾ. അത്രമാത്രം ആവശ്യക്കാരാണ് അന്വേഷിച്ചു വരുന്നത്. CK വിജയൻ, മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.